ആ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്രമാത്രം ഡൈവോഴ്സ് നിരക്ക് കൂടുന്നത് എന്നുള്ള ചോദ്യം. നോക്കൂ, 2014 ലോക്സഭയിൽ ഉന്നയിച്ചൊരു ചോദ്യമാണിത്. അന്ന് 5 സംസ്ഥാനങ്ങളെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നിരക്കുള്ള 5 സംസ്ഥാനങ്ങളെയാണ് ചോദ്യത്തിന് ഉത്തരമായി നിരത്തിയത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഹരിയാന, കർണാടക, നമ്മുടെ കൊച്ചു കേരളം. ഇതിൽ മറ്റ് 4 സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഡൈവോഴ്സിന്റെ നിരക്ക് ഒരുപാട് കൂടുതലാണ്. അതായത് ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും 5 ഡൈവോഴ്സ് കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് 2014 കണക്കാണ്. ഇന്ന് 2017 എത്തി നിൽക്കുന്ന സമയത്ത് ഇത് എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും ഡൈവോഴ്സിന്റെ നിരക്ക് നമ്മുടെ കേരളത്തിൽ കൂടി വരികയാണ്. എനിക്ക് തോന്നുന്നത് ലവ് മാരേജിനേക്കാൾ നല്ലത് മാരേജ് ലവ് ആണ്. അതായത് കല്യാണത്തിന് ശേഷമുള്ള പ്രണയം, സ്നേഹം, അതാണ് നല്ലത്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. പ്രണയം എന്ന് പറയുമ്പോൾ അത് മാജിക് ഓഫ് ലവ് ആണ്. അതിനകത്തൊരു മാജിക് ഉണ്ട്. അതേസമയം വിവാഹത്തിന് ശേഷമുള്ളത് എന്ന് പറയുന്നത് നോൺ മാജിക്കൽ ലവ് ആണ്. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു മാജിക് കാണിക്കുന്നു. നിങ്ങൾ കാണുന്നതല്ല അതിന്റെ യാഥാർത്ഥ്യം. അതിന് പിന്നിൽ എന്തോ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. അതാണ് മാജിക് ഓഫ് ലവ് എന്ന് പറയുന്നത്. ഈ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് അതിലെ അത്ഭുതം നഷ്ടപ്പെടുന്നു. അതായത് ലോഭ് എന്ന സംസ്കൃത മൂലത്തിൽ നിന്നാണ് ലവ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിട്ടുള്ളത്. ലോഭം എന്ന വാക്കിന്റെ അർത്ഥം ആർത്തി എന്നുള്ളതാണ്, അത്യാർത്തി എന്നുള്ളതാണ്. ഈ ആർത്തി നഷ്ടപ്പെടുന്ന സമയത്ത് അവിടെ സ്നേഹം ഇല്ലാതെയാവുന്നു. പ്രണയത്തിലായിരിക്കുന്ന 2 കമിതാക്കൾ തമ്മിൽ പരസ്പരം കാണുന്ന സമയത്ത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ലവ് ഹോർമോൺ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ഹോർമോൺ ഉണ്ടാകുന്ന സമയത്ത് ഒരാളുടെ സ്ട്രെസ് കുറയും. അതുകൊണ്ട് ഒരാൾ പ്രണയത്തിലാകുന്ന സമയത്ത് വളരെ എനർജറ്റിക് ആയിരിക്കും. അയാൾ രാത്രി സമയങ്ങളിൽ വാട്സാപ്പ് നോക്കാനും അതുപോലെ തന്നെ ഉറക്കമിളയ്ക്കാനും ഒരുപാട് ദൂരം നടക്കാനും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം വളരെ എനർജറ്റിക് ആയിരിക്കും. അതൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം. പ്രണയത്തിലുള്ള 2 പേരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവർ വളരെ പവർഫുൾ ആയിരിക്കും, വളരെ എനർജറ്റിക് ആയിരിക്കും. പ്രണയം നഷ്ടപ്പെടുന്ന സമയത്ത് ഈ ഓക്സിറ്റോസിൻ ഇല്ലാതെയാവും. അതോടുകൂടി അവർ ഡിപ്രസ്ഡ് ആവും. ഇനി ഇതിന്റെ മറ്റൊരു കാര്യം പറയാം. പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് ഈ വ്യക്തികൾ തമ്മിൽ ഒരു ട്രാൻസിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരാളുടെ പോസിറ്റീവ് സൈഡ് മാത്രമേ മറ്റേയാൾ കാണുകയുള്ളൂ. അയാളുടെ നെഗറ്റീവ് സൈഡിനെ പറ്റി നമ്മൾ അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത് കേൾക്കുകയില്ല, ശ്രദ്ധിക്കുകയില്ല, അതിൽ വിശ്വസിക്കുകയില്ല. അതാണ് കാര്യം. ഇനി പ്രണയം വിവാഹത്തിലേക്ക് വഴിമാറുന്ന സമയത്ത്, റിയാലിറ്റിയിലേക്ക് നടന്നു കയറുന്ന സമയത്ത്, അതായത് സ്നേഹത്തിനു ചുറ്റും വിവാഹത്തെ സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് യാഥാർത്ഥ്യത്തിലേക്ക് മനസ്സുകൾ ഉണരുകയാണ് ചെയ്യുന്നത്. സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും നിയമപരമല്ല. അതായത് 2 പേർ പ്രണയത്തിലാണെങ്കിൽ, 2 പേർ സ്നേഹത്തിലാണെങ്കിൽ, ഒരാൾ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് നിയമപരമായി ഒരു ആക്ഷനും എടുക്കാൻ സാധിക്കില്ല. എന്നാൽ വിവാഹം എന്ന് പറയുന്നത് നിയമപരമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മറ്റേയാളിലുള്ള ആധിപത്യം കൂടുതലായിരിക്കും. ആധിപത്യം കൂടുന്ന സമയത്ത്, നിയമപരമാണ് എന്നുള്ള ബോധ്യം ഉള്ള സമയത്ത്, കൊച്ചു പിണക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലും ഒരാൾക്ക് ഉറപ്പാണ് മറ്റേയാൾ തന്നിൽ നിന്നും അകന്നു പോവുകയില്ല എന്നുള്ളത്. കാരണം നിയമപരമാണ്. ആ ബോധ്യം ഉണ്ടാകുന്ന സമയത്ത് ഒരാൾ മറ്റേയാൾക്ക് മുമ്പിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകാതെ ആവുന്നു. തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മറ്റേയാൾ ജീവിക്കണം എന്നുള്ള വാശി കൂടി ഉണ്ടാവുന്ന സമയത്ത് കലഹം ആരംഭിക്കുന്നു. കോംപ്രമൈസ് ചെയ്യില്ല. തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മറ്റേയാൾ ജീവിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി വരുന്ന സമയത്ത് കലഹമുണ്ടാവും. ആ കലഹമാണ് പിന്നീട് വലിയ യുദ്ധത്തിലേക്ക് പോകുന്നത്. പിണക്കമുണ്ടാകുന്നു, അത് പിരിയലായിട്ട് മാറുന്നു. അതാണ് ഡൈവോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രണയത്തിലേക്ക് വീഴുകയാണെങ്കിൽ, ഫോൾ ഇൻ ലവ് എന്നാണ് പറയുന്നത്, പ്രണയത്തിലേക്ക് വീഴുകയാണ്. ആ വീഴ്ച ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പ്രാക്ടിക്കൽ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിവിശേഷം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പ്രണയിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രണയത്തിലേക്ക് വീഴുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് പ്രാക്ടിക്കലാണോ, അതുപോലെ തന്നെ അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും കാണാനുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, ലവ് മാരേജിനേക്കാൾ നല്ലത് മാരേജ് ലവ് ആണ്. കല്യാണത്തിന് ശേഷം മരണം വരെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് പറയാനുള്ളത്.